കർത്താവിൽ സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ തിങ്കളാഴ്ച സന്ധ്യയിൽ സെഥറായി നാം ഇങ്ങനെ പ്രാർത്ഥനയോടെ ധ്യാനിക്കുന്നു. ജഡീക പദാർത്ഥങ്ങൾ മൂലം പാപത്തിൻ്റെ ആകർഷണത്തിൽ വശീകരിക്കപ്പെടാതിരിപ്പാൻ നിങ്കലേക്കുള്ള ഉത്കൃഷ്ട ധ്യാനത്തിൽ ഞങ്ങളുടെ ബോധങ്ങളെ ബന്ധിപ്പിക്കണമേ. ലോകപ്രകാരമുള്ള നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പാപം നമ്മളെ ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്നത് നമുക്കുണ്ടെന്ന് കരുതുന്ന നമ്മുടെ അറിവിൻ്റെ ചില ന്യൂനതകളെ ഉപയോഗിച്ചാണ്. അറിവ് നഷ്ടപ്പെട്ടു പോയാൽ ജ്ഞാനിയാകാൻ കഴിയുകയില്ല. പൗലോസ് അപ്പോസ്തലൻ റോമറെ ഇക്കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി ജ്ഞാനികൾ എന്നു പറഞ്ഞ് മൂഢരായി തീർന്നു എന്ന്. നമ്മുടെ അറിവിൻ്റെ പരിമിതികളെക്കുറിച്ച് ബോധ്യമില്ലാതിരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമാണെന്ന് നമ്മൾ കരുതുകയും അതിൽ മാത്രം നമ്മൾ ലയിച്ചിരിക്കുകയും ചെയ്ത് പാപത്തിൽ വീണുപോകരുത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ മഹാജ്ഞാന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ജ്ഞാനം തോൽക്കാത്ത നിധിയാണ്, ദൈവം അതിനെ കൈപിടിച്ച് നടത്തുന്നു. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ആ ജ്ഞാനത്തെ ദൈവം കൈപിടിച്ച് നടത്തുമ്പോൾ മാത്രമാണ് അത് തോൽക്കാത്ത നിധിയായി തീരുന്നത്. നിധിയെ കാത്ത് സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരായുധം വേണം. നോമ്പിലെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നു: നോമ്പ് തോൽക്കാത്ത ആയുധമാണ്. ആ ആയുധത്തെ കരസ്ഥമാക്കുവാനും സൂക്ഷിച്ച് ഉപയോഗിക്കുവാനും നന്മ കൊണ്ട് നിറയുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹപൂർവ്വം നിങ്ങളുടെ ജിൻസച്ചൻ.